പറക്കും വിവാദമോ എന്നാണ് ചോദ്യം. സ്മൃതി, വിവാദങ്ങളിൽ പറക്കുകയാണോ മുഖ്യമന്ത്രി, ഗ്രൗണ്ടിലോ എയറിലോ? നമസ്കാരമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡം നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ ഈ എഡിറ്റേഴ്സ് മീറ്റ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു 10 ദിവസമായി മാഡത്തിനെ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിരസത ആ പ്രോഗ്രാമിന് ഈ 10 ദിവസം ഉണ്ടായിരുന്നു. അതങ്ങനെ കൊഴുപ്പിച്ച് എരിവും പുളിവും ഒക്കെ വേണമെങ്കിൽ ഒരു പക്ഷത്ത് സ്മൃതി പരുത്തിക്കാട് മേഡം വേണം, മറുപക്ഷത്ത് അരുൺകുമാറും, അവസാനമായി ആ കുട്ടിക്കലാശം നടത്താനായിട്ട് നമ്മുടെ മുതലാളിയും ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ജോറായി. പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി സതീശനെ പറ്റിയൊക്കെ ബാധിക്കുന്നൊരു വിഷയം കൂടിയായാൽ ഗംഭീരമായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇന്നത്തെ വിഷയവും നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറിനെ പറ്റി തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു വിവാദ ഹെലികോപ്റ്റർ പറക്കുന്ന സംഭവം ഉണ്ടായല്ലോ, അതിനെപ്പറ്റി തന്നെയാണ്. അപ്പോൾ പിന്നെ ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റായിട്ടും എന്തായിരിക്കും മാഡം പറയാൻ പോകുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണോ, ഇനി എന്തെങ്കിലും വിധത്തിൽ മനംമാറ്റം ഈ 10 ദിവസം കൊണ്ട് ഒരു പക്ഷേ വന്നു കഴിഞ്ഞു എന്ന് അറിയില്ല. കാരണം ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ ഈ കാലയളവിൽ. ആ കാലഘട്ടത്തിൽ തൻ്റെ പഴയ നിലപാടിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാൻ ആകാംക്ഷ കൊണ്ട് നമുക്കും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. എന്നാൽ നമുക്കൊന്ന് കേട്ടുനോക്കാം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇത് പറക്കും വിവാദം എന്ന ചോദ്യത്തിൽ പറക്കും വിവാദമാണ്, വിവാദം പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു ഔചിത്യത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ മാറ്റം നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡത്തിൽ കാണുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമുണ്ടത്ര ഇതില്. എന്നാലും അതിൻ്റെ ഒന്ന് വിശദമായി കേട്ടാൽ നമുക്കൊന്ന് ഉറപ്പിക്കാലോ. പറയട്ടെ. ഇങ്ങനൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നത് ഒരു ഔചിത്യക്കുറവായിട്ടാണ്. വിവാദമുണ്ടാക്കുന്നതാണോ ഔചിത്യക്കുറവ്? ഞാൻ വിചാരിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി സാറ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഈ ഹെലികോപ്റ്റർ യാത്ര നടത്തിയതാണ് ഔചിത്യക്കുറവ് എന്നാണ്. അപ്പം മേഡത്തിൻ്റെ ലൈന് മാറ്റിയിട്ടില്ല അല്ലേ? എന്നാലും ആ മനസ്സിലിരിപ്പ് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. എങ്ങനെയായിരിക്കും അരുൺകുമാറിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് കേൾക്കാം നമുക്ക്. ഈ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്ന ഒരു ഔചിത്യക്കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ആകുമ്പോഴേക്കും 12 മരണം എന്നുള്ള സ്ഥിരീകരിക്കുകയാണ്. ഇനി കാണാതായവരുടെ എണ്ണം 6ആണ്. ഇന്ന് രാത്രിയും ശക്തമായ മഴയുണ്ടാകും, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ ജാഗരൂകരായി ഇരിക്കണം എന്നുള്ളത് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് കഴിഞ്ഞ സർക്കാരിലെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വേണം ഈ മുഖ്യമന്ത്രിയും പ്രവർത്തിക്കാൻ എന്ന ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ച് ആ രൂപരേഖയ്ക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് ന്യായ സ്മൃതി വേണം. പഴയ സർക്കാരിൻ്റെ പഴയ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ വർക്കിംഗ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ വി ഡി സതീശൻ സാറ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം നേരിടണം എന്നൊക്കെ പറയുന്നത് മഹാവിഡ്ഢിത്തമാണ്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പിണറായി വിജയനെ തന്നെ ഇവിടെ 3ാമതും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതല്ല ജനം ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ ഒരു മാറ്റം, ഒരു ചേഞ്ച് വേണം എന്നുള്ളത്, വെറുതെ ഒരു മാറ്റമെങ്കിലും വേണമെന്ന് തോന്നിയിരുന്നു. ബോറടിച്ചതല്ലേ 10 വർഷം. അതുകൊണ്ടൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ആ മാറ്റമാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി കൊണ്ടുവരുന്നത്. അതാണ് മേഡത്തിന്റെ നിലപാട്. കേൾക്കട്ടെ മേഡം, ബാക്കിയൂടെ കേൾക്കട്ടെ. അപ്പോൾ ഈ വരുന്ന ഈ ദുരന്ത മുഖത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുമായിരുന്നു. ഓരോ ദിവസത്തെയും ഓറഞ്ച് അലേർട്ടുകൾ ഏതൊക്കെ ജില്ലകൾ എന്നുള്ള കാര്യം മുന്നറിയിപ്പായി നൽകും. മഴ ഇവിടെ കുറയുന്നു, ഇത്ര മൃതദേഹങ്ങൾ കിട്ടി, ഇത്രയാണ് മരണസംഖ്യ എന്നുള്ള വാർത്താസമ്മേളനം നടത്തുമായിരുന്നു. അതാണ് ഒരു നല്ല മാതൃക, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പല കാര്യങ്ങളും നല്ല മാതൃകയല്ലാതിരുന്നത് കൊണ്ടാണല്ലോ അവരിപ്പോൾ എണ്ണം 26ലേക്ക് ചുരുങ്ങുകയും ഒരു പുതിയ ഭരണം അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് മേഡവും അത് തന്നെയാണ് പറയുന്നത്. പിണറായി വിജയൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വൈകുന്നേരങ്ങളിൽ ടി വിയിൽ വന്നിരുന്നിട്ട് എന്തു പറയും? നാളെ റെഡ് അലർട്ടാണ്, അവിടെ ഓറഞ്ച് അലർട്ടാണ്, മറ്റിടത്ത് യെല്ലോ അലർട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണം, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം, വളരെ കരുതിയിരിക്കണം എന്ന് മാത്രമല്ല, ഇറങ്ങല്ലേ മക്കളെ, നമ്മുടെ കൂട്ടുകാരെ എല്ലാം രക്ഷിച്ചെടുക്കേണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ നൽകണം, അതുകൊണ്ട് ക്യാമ്പുകളിലൊക്കെ നിങ്ങൾ സജീവമായിരിക്കണം, നാട്ടുകാരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഈ ദുരന്തത്തെ നേരിടണം എന്നൊക്കെ പറയുന്ന രീതിയല്ല ശരിയെന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത് കൊണ്ടാണ് ഇന്ന് അവർ 26ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് എന്ന് ഇനിയും മനസ്സിലാകാത്ത മലയാളികളുണ്ടെങ്കിൽ അത് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മേഡം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ബാക്കി കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കൂ മേഡം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ആണ് അനൗചിത്യം എങ്കിൽ ഹെലികോപ്റ്റർ
ആ ഹെലികോപ്റ്റർ ഇത്രയും വാടക കൊടുത്തത്, അതായത് പ്രതിമാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തുന്ന, അതിനുശേഷം അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാലത്ത് മുതൽ വിമർശിക്കുന്നവരാണെങ്കിൽ ഇന്നും അവർക്ക് വിമർശിക്കാം. അന്ന് ആ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതാൻ പറ്റുമോ? ഇല്ല. അന്നും പാർട്ടി സമ്മേളനത്തിലടക്കം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ ഹെലികോപ്റ്ററിൽ പിണറായി വിജയൻ പോയിട്ടുണ്ട്. അന്ന് വിമർശിക്കാതിരുന്നവർ ഇന്നിപ്പോൾ ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഔചിത്യത്തെ ചോദ്യം ചെയ്യുന്നു. വിമർശിച്ചിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിമർശിക്കാത്തവർ വിമർശിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്വകാര്യ ആവശ്യങ്ങൾക്കും പാർട്ടി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു. ഇനി പറയുന്ന ഈ അവയവ ദാനത്തിനു വേണ്ടി വിവിധ ജില്ലകളിലേക്ക് പറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണക്കായി പറയുന്നത്. പക്ഷേ പിണറായി വിജയന്റെ കാലത്ത് 7 തവണയാണ് ഹെലികോപ്റ്റർ അങ്ങനെ പറന്നിട്ടുള്ളത്. ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ 46.36 കോടി രൂപയിലധികം ഹെലികോപ്റ്റർ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം. അതിപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചതിന്റെ കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് 10:00 രാവിലെ 10:00 ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കളമശ്ശേരിയിൽ അദ്ദേഹത്തിന് 10:00 പരിപാടിയുണ്ടായിരുന്നു. 11:30 SCMS എഞ്ചിനീയറിംഗ് കോളേജിൽ കരുകുറ്റിയിൽ പരിപാടിയുണ്ടായിരുന്നു. 3:30 കോൺക്ലേവ് KMCT കോളേജ് കുറ്റിപ്പുറം, അപ്പോഴേക്ക് അദ്ദേഹം വടക്കോട്ടേക്ക് പോയി. 5 മണിക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണമുണ്ട് റോസ് ലോഞ്ച് ഓഡിറ്റോറിയം മലപ്പുറം. ഇതൊക്കെ സ്മൃതി മേഡം കുളമാക്കല്ലേ. ഇതൊന്നും അന്നത്തെ പരിപാടിയല്ല, ഹെലികോപ്റ്ററിൽ വന്ന ദിവസത്തെ പരിപാടിയല്ല. അതിന്റെ അടുത്ത ദിവസം ഇവിടെ മലബാറിൽ വന്ന് ബിരിയാണി കഴിച്ച ദിവസത്തെ പരിപാടിയാണ്. മൊത്തത്തിൽ കുളമാക്കല്ലേ. ഇത് കാര്യം മേഡം പറഞ്ഞു വന്ന അതാകെ കുളമായി. ഇനി അവസാനമാകുമ്പോൾ അരുൺകുമാറിന്റെ അടുത്ത് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടാൻ നിൽക്കല്ലേ മേഡം. മഹാകഷ്ടമായി. അന്നത്തെ ദിവസത്തെ കാര്യം പറയൂ, വിശദമായി പറയൂ. ആ ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വന്നു, അമ്മായിയപ്പനെ പോയി കണ്ടെങ്കിൽ അമ്മായിയപ്പനെ പോയി കണ്ടു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് സ്വകാര്യ ആവശ്യമാണല്ലോ അമ്മായിയപ്പനെ കാണുക എന്നുള്ളത്. അങ്ങനെ സ്വകാര്യ ആവശ്യത്തിനല്ല ഈ ഹെലികോപ്റ്ററിൽ പറന്നത് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണം. അതാണ് വേണ്ടത് സ്മൃതി മേഡം. അതല്ലാതെ നൈസായിട്ട് അടുത്ത ദിവസം പരിപാടിയിലേക്ക് അങ്ങ് കയറിപ്പോയാൽ അത് ജനം മനസ്സിലാകില്ല മേഡം. നമുക്കങ്ങനെ പെട്ടെന്ന് ഈ മലയാളികളെ പൊട്ടന്മാരാക്കാൻ പറ്റുമോ? സംഗതിയൊക്കെ ശരി തന്നെയാണ്. 102 സീറ്റൊക്കെ തന്ന് നമ്മൾ ചെറിയൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പം അതിൻ്റെ ദുരനുഭവമാണ് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്നതൊക്കെ ജനം ചിന്തിച്ചു തുടങ്ങി എന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചില കോൺഗ്രസ്സുകാരെങ്കിലും രഹസ്യമായി പറയുന്നുണ്ട്. അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് ഈ അരുൺകുമാറിനെയൊക്കെ വിശ്വസിപ്പിച്ചെടുക്കേണ്ടത്. ഇത് സ്വകാര്യ ആവശ്യത്തിന് വന്നതല്ല, അത് സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് അവിടെ വന്നതാണ് എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണം മേഡം. അതിനുള്ള തെളിവങ്ങ് നിരത്തി കൊടുക്കും. കേൾക്കട്ടെ. പറയട്ടെ. അദ്ദേഹം കൂടിക്കാഴ്ചകൾ അതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വകാര്യമാണോ, അദ്ദേഹം ആരെയാണ് മലപ്പുറത്ത് പോയത്? ഇല്ലേ, ഹെലികോപ്റ്റർ പോയതല്ലേ ഉള്ളൂ. അത് ആയിക്കോട്ടെ, ഹെലികോപ്റ്ററിൽ മേഡം എന്താ കാണിക്കണത്? ഈ തലേ ദിവസത്തെ ഈ ഹെലികോപ്റ്ററിൽ വന്ന ദിവസത്തെ കാര്യമാണ് ഈ അരുൺകുമാർ ചോദിക്കുന്നത്. അല്ലാതെ പിറ്റേ ദിവസം മലപ്പുറം പോയി എൻ്റെ കഥയല്ല. ഈ ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്കാണ് വന്നത്. എറണാകുളത്ത് അന്ന് എന്ത് നടന്നു എന്നാണ് നമുക്കറിയേണ്ടത്. അതാണ് മലയാളിക്ക് ആകാംക്ഷയുള്ളത്. അതല്ലേ താല്പര്യമുണ്ടാകുക, അതല്ലേ വിവാദമാക്കേണ്ടത് അരുൺകുമാറിന്, അതല്ലേ നമുക്ക് പൊളിച്ചു കൊടുക്കേണ്ടത്. മേഡം അതിൻ്റെ തെളിവങ്ങ് ഹാജരാക്കൂ, എന്നാൽ നമ്മൾ ജയിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. കിടന്ന് ഉരുളരുതേ. ആകെ ഈ ഭൂമുഖത്ത് രക്ഷിക്കാനായിട്ടും പ്രതീക്ഷയുമുള്ളത് മേഡത്തിനെയാണ്. മേഡം അത് കറക്റ്റായിട്ട് പൊളിച്ചു കൊടുക്കണം പ്ലീസ്. പോകുന്നത് നേരെ അമ്മായിയച്ഛനെ കാണാനല്ല, എറണാകുളത്ത് വേറെ പരിപാടി, പരിപാടികളാണ്. കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതേത് കാഴ്ച മുഖ്യമന്ത്രി ഓഫീസ് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ കൂടിക്കാഴ്ചകളും നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തിട്ടാണോ പോരുന്നത്? നിങ്ങൾക്ക് അന്നില്ലാത്ത ആശങ്ക ഇന്നിപ്പോൾ വി ഡി സതീശന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒപ്പിട്ട് തരണം പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ? എനിക്ക് കിട്ടിയിട്ടുണ്ട്, വായിച്ചതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രകളും എല്ലാ കൂടിക്കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിൽ വാർത്താക്കുറിപ്പായി വരണം. നിങ്ങൾ ശഠിക്കരുത്. അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയൻ. ഒരു മിനിറ്റ് ഡോക്ടർ ക്ഷമിക്കൂ, കേൾക്കൂ. ഈ കൂടിക്കാഴ്ചകൾ അദ്ദേഹം നേരെ അമ്മായിയച്ഛനെ കാണാൻ പോയതല്ല. കൊച്ചിയിൽ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ അതീവ ഗുരുതരാവസ്ഥയിലുള്ള സ്മൃതി മേഡം ഇനി പറഞ്ഞത് ചളമാക്കണ്ട, കുളമാക്കണ്ട. അരുൺകുമാറും ആ മുതലാളിയും മേഡത്തിനായിട്ട് വല്ലാതെ കൊടയും. അതിനുള്ള അവസരം കൊടുക്കണ്ട. ഭംഗിയായി നൈസായി ഊരിപ്പോന്നോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഊന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിവിടെ അവസാനിപ്പിച്ചാൽ നമുക്ക് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ. അത് നാളെ നമുക്ക് വിശദമായി
എന്താണെന്ന് സതീശൻ സാറ് തന്നെ പറയുമ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ അതറിയാം. പക്ഷെ സതീശൻ സാർ അത് പറഞ്ഞു, അത് വീണ്ടും അബദ്ധമായി ആ റീൽ ഓടിക്കൊണ്ടേയിരിക്കും. അത് എത്ര കാലം ഇനി കേരളത്തിലോടും എന്ന് നമുക്കറിയില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.